ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു ഡേ ആൻഡ് മൈ ലൈഫാണ് കേട്ടോ. അതിൽ മെയിനായിട്ട് നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ് അങ്ങനത്തെ ഒക്കെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. ഇത് നമ്മൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ. വോയിസ് കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഇടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മളൊരു ഡിസംബർ ലാസ്റ്റിൽ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നല്ല മഴക്കാറും ഒക്കെ ഉള്ളൊരു ഈ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു ടൈമിൽ മുന്നേക്ക് വെക്കേഷൻ്റെ ടൈമായിരുന്നു കേട്ടോ. നമുക്ക് വിൻ്റർ വെക്കേഷൻ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ എന്താ പറയുക, ആവിക്കും കാലത്ത് അങ്ങനെ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് പുറത്തിറങ്ങാമെന്നുള്ളതിൽ അങ്ങനെ നേരത്തെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പിന്നെ ഇങ്ങനെ റൗണ്ട് അടിക്കും ഷാർജയിൽ. വെറുതെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഒരു രസമാണ് നമുക്ക്. കാലത്ത് ഒരു റിഫ്രഷിങ് പോലെയാണ് നമുക്ക്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കണേക്കാളും ഒരു രസമല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഒക്കെ റൗണ്ട് അടിച്ച് അങ്ങനെ തിരിച്ചു വരും. അപ്പോൾ പിന്നെ തിരിച്ചു വരുന്ന ടൈമിൽ ഇന്ന് എന്ത് വിചാരിച്ചു, പുറത്തുനിന്ന് കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ടാണ്. പൊറാട്ടയും അതേപോലെ കീമയും കൂടിയിട്ട് അങ്ങനെ വാങ്ങിച്ച്. ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ഈ ടൈമിലാട്ടോ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ കഴിഞ്ഞാൽ ആകെ റഷാവും. കാരണം ഓഫീസ് ടൈമും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും. ഇങ്ങനെ നല്ല നേരത്തെ എഴുന്നേറ്റ് പോയിട്ട് കാണുമ്പോൾ ഉള്ള ഒരു രസങ്ങളാണ് കേട്ടോ. കാരണം എപ്പോഴും നമ്മളിങ്ങനെ തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ലൈഫല്ലേ ഇവിടെ. അപ്പോൾ ഇങ്ങനത്തെ രസമുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ കുറച്ച് ഉറക്കമൊക്കെ പോവും കാലത്ത് തന്നെ എഴുന്നേറ്റ് പോകാൻ. വെള്ളിയാഴ്ച മിക്കതും അങ്ങനെ കിടന്ന് ഉറങ്ങാറില്ല കേട്ടോ. കാലത്ത് നമ്മൾ കാലത്ത് ഇതേപോലെ പോവാറാണ് പതിവ്. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പൊറാട്ടയും കീമയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അതാക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ക്ലീനിങ്ങിനൊക്കെ ഒന്ന് നിന്ന് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മെയിനായിട്ട് അന്ന് ക്ലീൻ ആക്കിയത് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. വലിയ ഓവറായിട്ട് ഇങ്ങനെ കച്ചറായിട്ടൊന്നുമില്ല, എന്നാലും സാധനങ്ങൾ വേറെ വാങ്ങിക്കാനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പകുതി എടുത്ത് വെച്ചതും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓവറായിട്ട് അങ്ങനെ കച്ചറായിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ ചിലപ്പോൾ നാളെ എടുക്കാം അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടാവും. പക്ഷെ പരമാവധി ഞാനങ്ങനെ വെക്കാറില്ല കേട്ടോ. നമ്മൾ നാളെ പിറ്റേ ദിവസത്തേക്ക് ചൂടാക്കി അങ്ങനെ കഴിക്കണ ലെവലിൽ ഞാൻ ഓവറായിട്ട് ഫുഡ് അങ്ങനെ വെക്കാറില്ല. കാരണം നമ്മൾ അത്ര നല്ലതുമല്ലല്ലോ മക്കൾക്ക്. ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും നമ്മൾക്കാണെങ്കിലും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും ചൂടാക്കി കഴിക്കണത് അത്ര നല്ലതല്ലല്ലോ. അപ്പം പിന്നെ അങ്ങനെ മിക്ക ദിവസവും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലുമൊക്കെ കൂടുമ്പോൾ ഇപ്പോൾ അങ്ങനെ ചില കറി അങ്ങനെയൊക്കെ ആയിരിക്കുമെങ്കിൽ മാത്രം കുറച്ച് അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമ്മളിതേപോലെ ക്ലീൻ ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഫ്രഷ്നെസ് കൊടുക്കണ നമ്മൾ ഫ്രിഡ്ജിൽ നിൽക്കുകയും ചെയ്യും. ആ ഒരു പുതിയൊരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതങ്ങനെ പോവുകയും ചെയ്യില്ല. അങ്ങനെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി അതൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇതേപോലെ ചെറിയ പാത്രങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് പാത്രത്തിൽ അല്ലെങ്കിൽ സ്ക്വയറിൽ അങ്ങനെയൊക്കെ വെക്കുകയായിരുന്നെങ്കിൽ നമുക്ക് സ്പേസൊക്കെ കുറച്ചും കൂടെ കിട്ടും കേട്ടോ. നമുക്ക് ഓരോ സാധനങ്ങൾ വെക്കാൻ. അതേപോലെ ഇങ്ങനെ ബോക്സിലാക്കി വെക്കുകയാണെങ്കിലും നമുക്ക് മറ്റുള്ള സ്മെല്ലുകൾ മറ്റുള്ള സംഭവങ്ങൾക്ക് പോവുകയും ചെയ്യില്ല. നല്ല ഫ്രഷായിട്ട് സാധനങ്ങൾ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് സ്പേസ് അതിൽ കിട്ടിയത്. ക്ലീൻ ആക്കാനും കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ ക്ലീൻ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ പുറത്ത് കുറേ സാധനങ്ങൾ എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പിന്നെ വാങ്ങിക്കാൻ പോകണുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, തിരുമ്പിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് മടക്കി വെക്കലാണ്. തിരുമ്പലൊന്നല്ല, നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് തിരുമ്പി കൊടുന്നത് അത് മടക്കി വെച്ച് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് വെക്കലാണ് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക്. നമ്മൾ തിരുമ്പിയിട്ട് അത് അവിടെ കൊടുത്ത് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു തരം ഇറിറ്റേഷൻ വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് കൊടുന്ന് തിരുമ്പിയത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് വേഗം മടക്കി വെക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ മൊത്തത്തിൽ ക്ലീനാക്കി കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ. കാരണം ഈ കച്ചറായിട്ട് ഇങ്ങനെ എടുക്കണേക്കാളൊക്കെ ഒന്ന് ക്ലീനാക്കി കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്.
അങ്ങനെ പിന്നെ അതാ കഴിഞ്ഞു, അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിച്ചു. പിന്നെ അങ്ങനെ റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ. നമ്മൾ ഉച്ചക്കത്തെ അങ്ങനത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിൻ്റെ ടൈമായിട്ടാ. അപ്പം നമ്മളെന്ത് വിചാരിച്ചു, ഓഫുള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ മുന്നാക്കും ഓഫുണ്ട്, ആബിക്കും ഓഫാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ബീച്ചിൻ്റെ അവിടേക്ക് പോകാമെന്നിങ്ങനെ വിചാരിച്ച്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെന്നിരിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാമെന്നുള്ളതിൽ കോഴിമുട്ട ബജി അങ്ങനെ ഉണ്ടാക്കുകയാണ്. വിൻ്ററിൻ്റെ ടൈമും അല്ലേ, അപ്പോൾ നല്ല തണുവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം രസമാണ് പുറത്ത് പോയിട്ട് ഇരിക്കാനും. ഇനിയിപ്പോൾ സമ്മറായി കഴിഞ്ഞാൽ പിന്നെ തീരെ പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ടൈമല്ലേ നമുക്ക് ഇവിടെ പുറത്തിറങ്ങാനും പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് വെറുതെ ഇങ്ങനെ പോവും. അതിനൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ചായയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവും. കുറച്ച് നേരം ഇരിക്കും, അവിടെ നിന്നിട്ട് പോരും. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു ഷാർജ ബീച്ച് ഉള്ളത്. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ അധികം വലിയ ദൂരമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ കാറിൽ ഉള്ള ഡ്രൈവ് അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, സ്നാക്സൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇനി ചായ ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ ഒപ്പം. കാരണം പുറത്ത് പോയിട്ട് ഇരിക്കുമ്പോൾ എന്തായാലും തണവും കൂടാകുമ്പോൾ ഇങ്ങനെ ചെറിയ ചൂട് ചായ കുടിക്കാൻ രസമല്ലേ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, നോർമൽ കട്ടനാണ് കേട്ടോ. അപ്പോൾ അതിൽക്കൊരു 2 ഏലക്കായും പൊടിച്ചിട്ടിട്ട് അങ്ങനെ ചായയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാനാണ്. ക്ലൗഡ് ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ. നമ്മളാ കാലത്തത്തെ ആ ക്ലൗഡുകൾ ഇങ്ങനെ നിൽക്കണമുണ്ട്. മഴ പെയ്യണമൊന്നുമില്ല, പക്ഷെ ക്ലൗഡായിട്ട് തന്നെ നിൽക്കണത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കാരണം നല്ല കാറ്റും അതേപോലെ ക്ലൗഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ബീച്ചിലാണെങ്കിലും നല്ല അങ്ങനെ നോർമലുള്ള തിരനേക്കാളും കുറച്ചും കൂടെ ഇങ്ങനെ തിര അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളവിടെ ഇങ്ങനെ കുറച്ച് നേരം പോയിരുന്ന് ഇങ്ങനെയൊക്കെ കുറച്ച് ഇങ്ങനെ ബീച്ചിലേക്ക് നോക്കി കുറേയൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ കൊണ്ടുപോയിരുന്ന സ്നാക്സും ചായയൊക്കെ കൂടെ അങ്ങനെ കഴിക്കാനിരുന്ന്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ രാത്രിയായിട്ടാണ് നമ്മളവിടെ നിന്ന് പോരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ക്ലൗഡൊക്കെ വന്നിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഇങ്ങനെ ഫുള്ള് നമ്മൾ ഇങ്ങനെ മൂടി നിൽക്കണ പോലെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. രാത്രി ആ ടൈമാണെങ്കിലും ഒരു പ്രത്യേക ഒരു വെളിച്ചവും ഈ ക്ലൗഡുമ്മക്ക് നമ്മൾ വെളിച്ചം ഇങ്ങനെ മറ്റേ സൈഡിൽ നിന്ന് അടിക്കണ കാരണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് രാത്രിയൊക്കെ ആയതിന് ശേഷം പിന്നെ നമ്മളവിടുന്ന് പോന്നു കേട്ടോ. മഴ അങ്ങനെ പെയ്തൊന്നുമില്ല. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ ഇരുന്നു. പിന്നെ മഴ ഒന്നും പെയ്യണ കാണുന്നില്ല എന്ന് വിചാരിച്ച് കണ്ടപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അവിടുന്ന് പോരുക ചെയ്തത് കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ക്ലൗഡും കാര്യങ്ങളൊക്കെ മഴക്കാരൊക്കെ കാണുന്ന ടൈമിൽ മിക്ക ആൾക്കാരും ഇവിടെ ഉള്ളൊരു പുറത്തിറങ്ങുന്ന ടീമാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ബീച്ചിൻ്റെ അവിടെ നല്ലോണം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. കുറേ ഫാമിലീസ് തന്നെ ആയിരുന്നു കേട്ടോ. കൂടുതലും ഫാമിലീസും കുട്ടികളും ഒക്കെ ആയിട്ട് കുറേ പേര് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് തിരിച്ചു പോന്നു.
അങ്ങനെ പിന്നെ നമ്മൾ വരുമ്പോൾ പിന്നെ മുന്നാക്ക് ഷവർമ വേണമെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ പിന്നെ ഷവർമ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷവർമ വാങ്ങിക്കാൻ പോയി. ഇത് വാങ്ങിക്കണത് ഷർഖാനിലുള്ള ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ. ഷർഖാനിൽ നമ്മൾ അജ്മാനിലേക്ക് പോണേ ഒരു റൗണ്ട് അബൌട്ടില്ലേ ഷർഖാൻ്റെ അവിടുന്ന്, ആ റൗണ്ട് അബൌട്ട് എത്തണേൻ്റെ റൈറ്റ് സൈഡിലുള്ളൊരു കഫ്തീരിയാണ് കേട്ടോ. നല്ല അടിപൊളി ഷവർമ്മയാണ് കേട്ടോ ഇവിടുന്ന് കിട്ടുക. നമ്മൾ വേറെ മറ്റുള്ള അങ്ങനെയൊന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ അബൂദ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതും അടിപൊളിയാണ്. ഇവിടുത്തെ ഷവർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ അധികം മറ്റുള്ള ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ഇട്ട് തരാണ്ട് ചിക്കൻ തന്നെയാണ് കേട്ടോ ഫുള്ള് ഫില്ലിങ് ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെ ഷവർമ്മ വാങ്ങിക്കുന്നുണ്ടെങ്കിലും മിക്കതും ഇവിടുന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ്. അങ്ങനെ പിന്നെ നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ റെസിപ്പി കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.